കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാദിനം സംഘടിപ്പിച്ചു. അധ്യയന വർഷം വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷം വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ് സെന്റ് അഗസ്റ്റിൻ സ്കൂൾ. ഇവിടെ ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ ഒരു പെൺപള്ളിക്കൂടം എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് നിങ്ങൾ കുറേയേറെ വർഷങ്ങൾ ഈ സ്കൂളിലൂടെ ചെലവഴിക്കുമ്പോൾ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അവൻ്റെ വീടെന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കുട്ടിയുടെ വീടെന്ന പോലെ തന്നെ അവരുടെ വിദ്യാലയം വലിയ പങ്കുവഹിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ പരിശോധിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വർഷങ്ങൾ ഈ സ്കൂളിലൂടെ പഠിച്ച് കടന്നു പോകുമ്പോൾ നിങ്ങളെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സെന്റ് അഗസ്റ്റിൻ സ്കൂള്, ഇവിടുത്തെ സിസ്റ്റേഴ്സ്, അധ്യാപകർ, ഈ സ്കൂളിൻ്റെ അന്തരീക്ഷം അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. PTA പ്രസിഡന്റ് സോണി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ KV തോമസ്, MPTA പ്രസിഡന്റ് ജിപ്സി അലക്സ്, PTA എക്സിക്യൂട്ടീവ് മെമ്പർ ജിജു തോമസ് എന്നിവർ പ്രതിഭകൾക്ക് ആശംസകൾ നേർന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ സ്വാഗതം അർപ്പിക്കുകയും സ്കൂൾ ലീഡർ കുമാരി ദേവനന്ദ സുരേഷ് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. സംസ്ഥാന തലത്തിൽ കലാ, ശാസ്ത്രം, കായികം എന്നിവയിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്കും NMMS USS വിജയികൾക്കും രാജ്യ പുരസ്കാർ ഗൈഡ്സിനും ഒരുക്കിയ വർണ്ണശബളമായ അനുമോദന ചടങ്ങിൽ പ്രതിഭകളെ ബാൻഡ് മേളത്തോടെ വേദിയിലേക്ക് ആനയിച്ച് ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി MLA അനുമോദിച്ചു. ഇവരെ കൂടാതെ സബ് ജില്ലാ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ 222 പ്രതിഭകൾ, 2-3 സ്ഥാനങ്ങൾ നേടിയ 90 വിദ്യാർത്ഥിനികൾ, ലിറ്റിൽ കൈറ്റ്സ്, റെഡ് ക്രോസ് വിജയികളായ 96 കുട്ടികൾ, KCSൽ വിജയികളായ 16 വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 492 കുട്ടികളെയാണ് പ്രതിഭാ ദിനത്തിൽ ആദരിച്ചത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.